ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ താമസാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈസ് ഓഫ് ലവേഴ്സ് എന്ന് പറഞ്ഞ ലെസൻ്റെ അകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. എന്താണത്? ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി. നമുക്കറിയാം അല്ലേ, മാഗി എന്ന് പറഞ്ഞ ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സ്റ്റോറിയിൽ നിന്നുള്ളത് നമുക്ക് അറിയാലോ. കാരണം മാഗിയുടെ ലൈഫിൽ നടക്കുന്ന സംഗതിയൊക്കെയാണ് ആ ഒരു മാഗിയുടെ ലൈഫും ആൻഡ് അവളുടെ പല കാര്യങ്ങളുമാണ് ആക്ച്വലി ആ ഒരു സ്റ്റോറിയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്ക് പറയാം മാഗി ഈസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഓക്കെ, സോ മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരുപാട് വർഷം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ കൂടിയാണ് കേട്ടോ. യെസ്, ഇനി നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് താഴെ പറയും കൂടെ ചെയ്യണം കേട്ടോ. എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും ക്വസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൊണ്ട് ചെയ്യാം. യെസ് മക്കളെ, ഇനി ഏതൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഐഡന്റിഫിക്കേഷൻ ആണ്. എന്താണ് ഈ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഒരു ക്യാരക്ടർ ഏത് സ്റ്റോറിയിലെയാണ്, ആ ക്യാരക്ടർ ഏതാണ്, ആ ക്യാരക്ടർ ഏത് സ്റ്റോറിയിലെയാണ് ആൻഡ് അത് ആരാണ് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി കഴിയണം. അതുപോലെ തന്നെ ആ ക്യാരക്ടറിന്റെ അപ്പിയറൻസിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ആ ക്യാരക്ടറിനെ കാണാൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, അതിപ്പോ നിങ്ങൾ മാഗി അല്ല, ഗുപ്ത ആയിക്കോട്ടെ, ഇനി ഹസൻ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ക്യാരക്ടറിന്റെ അപ്പിയറൻസിനെ കുറിച്ച് പറയുന്നുണ്ടെന്നാണെങ്കിൽ, ഇപ്പൊ നമുക്ക് അറിയാലോ ഹസന്റെ ക്യാരക്ടർ ഒക്കെ ആണെങ്കിൽ അതിന്റെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ ഹസനൊക്കെ ആണെങ്കിൽ ഹസന്റെ ഒരു അപ്പിയറൻസിനെ കുറിച്ച് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ. സോ അങ്ങനെ അപ്പിയറൻസിനെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ ആ ക്യാരക്ടറിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ ബിഹേവിയർ, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ ബിഹേവിയറിന്റെ അകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അല്ലെ. ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനിൽ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഇമോഷൻസ് എങ്ങനെയാണ് വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്യാരക്ടറിന്റെ അല്ലെ ഒരു രൂപം നമുക്ക് കിട്ടുന്നുണ്ട്. സോ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ആൻഡ് അതുപോലെ തന്നെ എക്സ്പീരിയൻസസ്, ആ ക്യാരക്ടറിന്റെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഉറപ്പായിട്ട് എഴുതണം. എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് മെമ്മറീസ്. ഓക്കെ, എന്തെങ്കിലും മെമ്മറീസ്, എന്തെങ്കിലും ഓർമ്മകളൊക്കെ അതിനകത്ത് പറയുന്നുണ്ടെന്നാണെങ്കിൽ ആ കാര്യങ്ങളോട് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന വേറെ കാര്യമാണ് ആ ഒരു ക്യാരക്ടറിന്റെ ഡയലോഗ്സ്. അതായത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, ചിലപ്പോൾ ആ ക്യാരക്ടർ എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവും, അത് നമ്മളിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാവും, വളരെയധികം നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചില ഡയലോഗ്സ് പറഞ്ഞിട്ടുണ്ടാവും. സോ അങ്ങനെ എന്തെങ്കിലും ഡയലോഗ്സ് ഉണ്ടെന്നാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിന് ഉൾപ്പെടുത്താം. ആൻഡ് ഫൈനലി അതിനെ ഒന്നാകെ ജസ്റ്റ് ഒരു കൺക്ലൂഡ് ചെയ്യുന്ന പോലെ, അതായത് ആ ക്യാരക്ടർ ഇങ്ങനെയാണ്, മൊത്തത്തിൽ പറഞ്ഞാൽ ആകെ മൊത്തത്തിൽ ഇങ്ങനെയാണെന്നുള്ള പോലെ നല്ല രീതിക്ക് ഒരു കൺക്ലൂഷനും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ക്യാരക്ടർ സ്കെച്ചിൽ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് നോക്കിയാലോ. മാഗി ഇസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി. സോ നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ആണ്, ശ്രദ്ധിക്കണേ. യെസ്, മാഗി ഇസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി, ദ പ്രൈസ് ഓഫ് ലവേഴ്സ്, റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ. സോ ആ കാര്യം നമ്മൾ അവിടെ പറഞ്ഞു അല്ലെ, മാഗി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്ന് പറഞ്ഞു. ഫുൾ നെയിം ഇസ്, ഇത് മാഗിയുടെ ക്യാരക്ടറിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത് മെൻഷൻ ചെയ്യണം കേട്ടോ. ഇത് മെൻഷൻ ചെയ്യാതെ പോരുത്. ദ ഫുൾ നെയിം ഇസ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. സോ നിങ്ങൾ ഈ പോയിന്റ് ഉറപ്പായിട്ടും എഴുതണം, മറന്നു പോവാതെ എഴുതണം കേട്ടോ. Then and she lives with her widowed mother in a poor neighborhood of London. അല്ലെ, എന്താണ്, ലണ്ടനിലെ വളരെ പാവപ്പെട്ട ഒരു നെയ്ബർഹുഡിലാണ് അവളും അവളുടെ അമ്മയും കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. മിസ്റ്റർ ഗുപ്ത, ദ നെറേറ്റർ ഓഫ് ദ സ്റ്റോറി, ഫസ്റ്റ് മീറ്റ്സ് ഹർ അറ്റ് എ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. എവിടെ നിന്നാണ് അവർ ആദ്യം കാണുന്നത്? ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലാണ് കാണുന്നത് അല്ലെ. ആൻഡ് ഗുപ്തയ്ക്ക് അവളുടെ അടുത്ത് താല്പര്യം തോന്നാൻ കാരണം എന്താണ്? ബിക്കോസ് ഷീ വാസ് ആക്ച്വലി വെരി ക്യൂരിയസ് അബൌട്ട് ഹിം. അദ്ദേഹത്തിനെ കുറിച്ച് അല്ലെ അവള് അദ്ദേഹത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഗുപ്ത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. Her quiet interest in him makes him curious, and through frequent meetings they gradually become friends. അല്ലെ, എന്താണ്, അപ്പം അദ്ദേഹത്തിനും അവളോട് ആ ഒരു താല്പര്യം വരികയാണ്. ആൻഡ് ഫൈനലി അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറുകയാണ് അല്ലെ. ഗ്രാജുവലി പതുക്കെ അവർ മീറ്റ് ചെയ്ത് നല്ല ഫ്രണ്ട്സ് ആയി മാറുകയാണ്. This friendship helps him understand her life better. അല്ലെ, ഈ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് അവളുടെ ലൈഫിനെ കുറിച്ച് ഗുപ്ത കൂടുതലായിട്ടും അറിയുന്നത്. Then, although Maggie is only in her teens, she works as a typist in a civil service store to support herself and her mother. ആകെ 13 വയസ്സുള്ള വളരെ ചെറിയൊരു പെൺകുട്ടിയായിരുന്നു അല്ലെ. അപ്പൊ ആ ചെറിയ പെൺകുട്ടി എന്ത് ചെയ്യാണ്, ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ് അല്ലെ. അവളുടെ വിഡോഡ് ആയിട്ടുള്ള, അതായത് വിധവയായിട്ടുള്ള അമ്മേനെയും സഹായിക്കാൻ വേണ്ടിയിട്ട്. അവളുടെ ബ്രദർ ഫ്രാങ്ക് ഇന്ത്യയില് പട്ടാളക്കാരൻ
ടീച്ചറിനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഹർ പ്ലെയിൻ ആൻഡ് ഓൾഡ് ക്ലോത്ത്സ് റിവീൽ ദ പോവർട്ടി ഇൻ വിച്ച് ദേ ലിവ് അല്ലേ. അപ്പൊ അവളുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവൾ വളരെയധികം ദരിദ്രമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണുള്ളത് എന്നുള്ളത്. നാച്ചുറലി ഷൈ ആൻഡ് റിസർവ്ഡ്, ഷീ നെവർട്ട്ലെസ് ബിഗിൻസ് ടു ഓപ്പൺ അപ്പ് ടു മിസ്റ്റർ ഗുപ്ത ആസ് ഷീ ഫീൽസ് സേഫ് ആൻഡ് അൺറെസ്പെക്റ്റഡ് ഇൻ ഹിസ് പ്രസൻസ് അല്ലെ. അപ്പം ആദ്യമൊക്കെ അവൾ വളരെ ഷൈ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഗുപ്ത വളരെയധികം കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷീ ഓപ്പൺസ് അപ്പ് അല്ലെ. അവള് തുറന്ന് പറയുന്നുണ്ട് പല കാര്യങ്ങളും. മാഗീസ് ബിഗ്ഗസ്റ്റ് വറി ഇസ് ഹർ ഓൺലി ബ്രദർ ഫ്രാങ്ക് ഹു ഇസ് സർവിംഗ് ആസ് എ ബ്രിട്ടീഷ് സോൾജർ ഇൻ ഇന്ത്യ. സോ മാഗീനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിഷയം എന്താണ്, അവളുടെ ബ്രദർ അല്ലെ, ഇന്ത്യയിൽ സോൾജറായിട്ട് വർക്ക് ചെയ്യുന്ന അവളുടെ ബ്രദറിനെ കുറിച്ചാണ്. അയാളുടെ അടുത്ത് നിന്നും പ്രത്യേകിച്ച് ലെറ്റേഴ്സ് ഒന്നും കിട്ടുന്നില്ല, പുള്ളിയുടെ ഒരു വിവരങ്ങളും കിട്ടുന്നില്ലായിരുന്നു അല്ലെ കുറച്ചായിട്ട്. ദേ ഹാവ് നോട്ട് ഹിയർഡ് ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. അപ്പൊ നോട്ട് ഹിയർഡ് ഫ്രം ഹിം എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചായിട്ട് അവന്റെ വിവരങ്ങളൊന്നും കിട്ടുന്നില്ലായിരുന്നു. ആൻഡ് ദിസ് സൈലൻസ് ഡീപ്ലി ട്രബിൾസ് ബോത്ത് മാഗി ആൻഡ് ഹർ മദർ അല്ലെ. ഈ ഒരു സൈലൻസ്, അതായത് ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരു വിവരം കിട്ടാത്തത് അവളെയും അവളുടെ അമ്മേനെയും ഒരുപാട് ടെൻഷൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡ്യൂറിങ് എ കോൺവെർസേഷൻ, അങ്ങനെ അവരുടെ ഒരു സംസാരത്തിനിടക്ക് മിസ്റ്റർ ഗുപ്ത ആസ്ക്സ് മാഗി വെദർ ഷീ ലൈക്സ് ഹർ ജോബ്. ഗുപ്ത മാഗിനോട് ചോദിക്കുന്നുണ്ട് അല്ലേ, മോളെ നിനക്ക് ഈ ജോലി ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷീ റിപ്ലൈസ് ദാറ്റ് ഷീ വാണ്ട്സ് വർക്ക് ദാറ്റ് ഇസ് നോട്ട് മെക്കാനിക്കൽ. ഇങ്ങനെ യാന്ത്രികമല്ലാത്തൊരു ജോലി ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. സോ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, ഷീ ഈസ് എ വെരി ആംബീഷ്യസ് ഗേൾ. വളരെയധികം ആഗ്രഹങ്ങളുള്ള ആംബീഷ്യസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ അല്ലേ. ദിസ് റിവീൽസ് ഹർ ആംബിഷൻ ആൻഡ് ഡിസയർ ഫോർ എ മോർ മീനിങ് ഫുൾ ലൈഫ്. കുറച്ചുകൂടെ അർത്ഥവത്തായിട്ടുള്ള ഒരു ലൈഫ് അവൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ദോ യങ്, ഷീ ഈസ് ബോൾഡ് ആൻഡ് കറേജിയസ് യെറ്റ് ഓൾവേസ് റെസ്പെക്ട്ഫുൾ ഇൻ ഹർ ബിഹേവിയർ. വളരെ ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിലും അവൾ വളരെയധികം എന്താണ്, ധൈര്യം കാണിക്കുന്നുണ്ട്. ആൻഡ് ബോൾഡ് ആണ്, റെസ്പെക്ട്ഫുൾ ആണ് അല്ലെ. ആരോടത്തും മോശമായിട്ടൊന്നും പെരുമാറുന്നില്ല. വളരെ റെസ്പെക്ട്ഫുൾ ആണ്, ബോൾഡ് ആണ്, കറേജിയസ് ആണ് ആ പെൺകുട്ടി അല്ലെ. വെൻ മിസ്റ്റർ ഗുപ്ത വിസിറ്റ്സ് ഹർ ഹോം, മാഗി പ്ലേസ് എ ട്യൂൺ ഓൺ ദ വയലിൻ. അവളുടെ വീട്ടിൽ പോകുന്ന സമയത്ത് മിസ്റ്റർ ഗുപ്ത അല്ലെ, അവളുടെ വീട്ടിൽ പോകുന്ന സമയത്ത് മാഗി എന്ത് ചെയ്യുന്നുണ്ട്, വയലിനിൽ അല്ലെ ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓൾദോ ദേ കുഡ് നെവർ അഫോർഡ് മ്യൂസിക് ലെസൺസ്, ഹർ മദർ പ്രൗഡ്ലി റിവീൽസ് ദാറ്റ് മാഗി ഹാസ് നാച്ചുറൽ മ്യൂസിക്കൽ ടാലന്റ് അല്ലെ. ആ കുഞ്ഞിനെ ശരിക്കും മ്യൂസിക് പഠിപ്പിക്കാനുള്ള ആ ഒരു അത് അഫോർഡ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു അല്ലെ ആ ഫീസ് ഒന്നും താങ്ങാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. ബട്ട് അവൾ ശരിക്കും എന്താണ്, ബോൺ ടാലന്റ് ആണ് അല്ലെ. പഠിപ്പിക്കാതെ തന്നെ ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മ പറയാണ്, വളരെ പ്രൗഡ് ആയിട്ട് പറയാണ്. The girl's devotion to her mother and brother reflects her loving nature and emotional strength she carries despite her hardships. ഇതൊക്കെ നല്ല പോയിന്റ്സ് ആട്ടോ മക്കളെ. ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ നന്നായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, നോക്കി വെച്ചോ കേട്ടോ. നല്ല പോയിന്റ് ആണ് ഇതൊക്കെ. നല്ല രീതിക്ക് മാർക്ക് നിങ്ങൾക്ക് വാരി കോരി തരാൻ പോകുന്ന പോയിന്റ്സ് ആണ് ഇതൊക്കെ കേട്ടോ. Then next, a deeply touching moment occurs when Maggie brings Mr. Gupta home after her mother falls seriously ill. ഇനി വളരെയധികം ഭയങ്കരമായിട്ടും ആ ഒരു സ്റ്റോറിയിൽ തന്നെ നമ്മളെ ടച്ച് ചെയ്യുന്ന വേറൊരു സംഗതി എന്താണ്, അമ്മയ്ക്ക് സുഖമില്ലാത്ത സമയത്ത് മാഗി മിസ്റ്റർ ഗുപ്തനെ കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് അല്ലേ, അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളം പറയണമെന്ന് പറയുന്നുണ്ട് അല്ലേ. ഷീ ആസ്ക്സ് ഹിം ഹെസിറ്റന്റ്ലി വെദർ ഹി കുഡ് ടെൽ എ ലൈ ടു സേവ് ഹർ മദേഴ്സ് ലൈഫ്. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു നുണ പറയാമോ എന്ന് അവള് വളരെയധികം അല്ലെ എന്താ പറയാ നിസ്സഹായതയോടെ അല്ലെ ഹെൽപ്ലെസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ബിലീവിംഗ് ദാറ്റ് ഹിയറിംഗ് ഗുഡ് ന്യൂസ് അബൌട്ട് ഫ്രാങ്ക് വുഡ് ഗിവ് ഹർ മദർ സ്ട്രെങ്ത് ടു റിക്കവർ അല്ലെ. ചേട്ടന് കുഴപ്പമൊന്നും ഇല്ല എന്നത് കേട്ട് കഴിഞ്ഞാലെങ്കിലും അമ്മ ഭേദപ്പെട്ടു വരും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് അവളത് പറയുന്നത്. ബിക്കോസ് എന്താണ്, അമ്മ മാത്രമേ അവൾക്കിപ്പോ അവളുടെ ഈ ലോകത്ത് അല്ലെ ഒരു വിവരത്തോടെ ഉള്ളൂ, ചേട്ടനൊരു വിവരവും ഇല്ല. സോ ആ അമ്മയും കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ആരും ഇല്ല. അപ്പൊ അമ്മേനെ സേവ് ചെയ്യാൻ വേണ്ടി ആരും നുണ പറയാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുകയാണ്. വെൻ ഷീ സേസ് പ്ലീസ് ഫൊർഗിവ് മീ ഇഫ് ഇറ്റ് ഈസ് വെരി വെരി റോങ് അല്ലെ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ക്യാരക്ടർ പറയുന്ന ഭയങ്കര കാച്ചി ആയിട്ടുള്ള ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഡയലോഗ് ഇല്ലേ. അങ്ങനെ ഏതെങ്കിലും ഡയലോഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇവിടെ ഇപ്പൊ ഇതാണ്, പ്ലീസ് ഫൊർഗിവ് മീ ഇഫ് ഇറ്റ്സ് വെരി വെരി റോങ്. അത് വളരെ വലിയൊരു തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് പൊറുക്കണം എന്ന് അവൾ മാഗി പറയുന്നുണ്ട് അല്ലേ. ദ റീഡർ ഇസ് മൂവ്ഡ് ബൈ ഹർ ഇന്നസെൻസ്, ഹെൽപ്ലെസ്നെസ് ആൻഡ് ചൈൽഡ് ലൈക്ക് സിൻസിയറിറ്റി. ഒരു കുഞ്ഞിനെ പോലെ വളരെയധികം നിഷ്കളങ്കമായിട്ടാണ് ആ കുട്ടി ചോദിക്കുന്നത് അല്ലേ. ഇതൊരു തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് പൊറുക്കണം, പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് ചെയ്തു തരാമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഓൺ ദ ഡേ ഓഫ് മിസ്റ്റർ ഗുപ്താസ് ഡിപ്പാർച്ചർ ഫോർ ഇന്ത്യ, മാഗി മീറ്റ്സ് ഹിം അഗൈൻ. അങ്ങനെ തിരിച്ച് അദ്ദേഹം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് മാഗി ഒന്നും കൂടെ അദ്ദേഹത്തിനെ കാണുന്നുണ്ട്. ഷീ ഓഫേഴ്സ് ഹിം ഹർ ഹാർഡ് ഏൺ 1 shilling and requests him to buy flowers for her brother
ബ്രദേഴ്സ് ഗ്രേവ് ഇഫ് ഹി എവർ ഫൈൻഡ്സ് ഇറ്റ്. അങ്ങനെ അവസാനത്തേക്ക് അവർക്ക് മനസ്സിലാവുകയാണ് അല്ലേ, ബ്രദർ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കുകയാണ്. ആ സമയത്ത് മിസ്റ്റർ ഗുപ്തനെ കണ്ടുകൊണ്ട് അവൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള 1 shilling അല്ല, ആ 1 shilling എന്ത് ചെയ്യാണ് അവള് മിസ്റ്റർ ഗുപ്തയ്ക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പൂക്കൾ വാങ്ങിയിട്ട് ചേട്ടന്റെ കുഴിമാടത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ ഇതിലൂടെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്, അവളുടെ ആ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള അല്ലെ, ആ ഏട്ടനോടുള്ള അത്രയും വലിയ സ്നേഹം പ്രൈസ്ലെസ് ആണ് ശരിക്കും അത് അല്ലെ. ആ ഒരു പൂക്കൾക്ക് നമുക്ക് വിലയിടാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. യെസ്, ദിസ് ഇസ് ആൻ ആക്ട് ഓഫ് സുപ്രീം സാക്രിഫൈസ്. നല്ല പോയിന്റ് ആട്ടോ. ദിസ് ഇസ് ആൻ ആക്ട് ഓഫ് സുപ്രീം സാക്രിഫൈസ്. അത്രയും ഇല്ലേ, വളരെ സുപ്രീം ആയിട്ടുള്ള ഒരു ത്യാഗമാണ് അവളവിടെ ചെയ്യുന്നത്. giving away her savings earned through hard work out of pure love for her brother. ചേട്ടനോടുള്ള സ്നേഹം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അവൾ ആ പൈസ അയാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി, ഇതും നല്ല പോയിന്റ് ആട്ടോ. ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് സിംബോളിക്കലി റിഫ്ലെക്ട്സ് ദ ഇമോഷണൽ വാല്യൂ ഓഫ് ഹെർ ഓഫറിംഗ് അല്ലെ. അപ്പൊ അവളുടെ ആ ഒരു ശരിക്കും നിങ്ങൾക്ക് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് ഞാൻ വേണേ വീഡിയോ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എപ്പോഴും ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ താഴെ ഒന്ന് യെസ് എന്നൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അതായത് ഈ ഒരു ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് യെസ് എന്നൊന്ന് കമന്റ് ചെയ്യാൻ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടേക്കാമേ. സോ എന്താണ് ഈ ഒരു ടൈറ്റിൽ അത്രയും സിഗ്നിഫിക്കന്റ് ആവുന്നത് അതുകൊണ്ടാണ്. ദെൻ ദോസ് ഫ്ലവേഴ്സ് ബിക്കം പ്രൈസ്ലെസ് ബിക്കോസ് ദേ റെപ്രസെന്റ് ഹെർ ലവ്, ഹോപ്സ്, ഫിയർ ആൻഡ് ഗ്രീഫ് അല്ലെ. അവളുടെ സ്നേഹവും പ്രതീക്ഷയും അവളുടെ വിഷമവും അല്ലെ അവളുടെ ദുഃഖവും ഒക്കെ തന്നെ എന്താണ് ആ ഒരു 1 shilling എന്ന് പറഞ്ഞ വളരെ തുച്ഛമായ ഒരു പൈസയിൽ വരുന്നുണ്ട്. തുച്ഛമാണെങ്കിൽ പോലും അതൊരിക്കലും വിലയിടാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു പണമാണെന്നാണ് അവൾ പറയുന്നത്. ദെൻ മാഗീസ് character remains unforgettable for her innocence, affection, courage and selfless love. നല്ല പോയിന്റ് ആട്ടോ അടുത്തത്. യെസ്, സോ നമ്മൾ കണ്ടോ ലാസ്റ്റിലേക്ക് അതിനെ നല്ല ഭംഗിയായിട്ട് കൺക്ലൂഡ് ചെയ്തു. സോ ദിസ് ഇസ് ഹൗ യു റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, മാഗിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഈ മുഴുവൻ പോയിന്റ്സും നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം, ബൈഹാർട്ട് പഠിക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് നമുക്ക് ഒന്നും ഒരാളെ കുറിച്ച് അറിയാതെ ആകരുതല്ലോ. സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ വായിച്ചു പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിൽക്കൂലേ. ഇതിപ്പോ നിങ്ങൾ നോക്കി ഏകദേശം ആ ഒരു ലെസന്റെ സമ്മറി തന്നെ വന്നിട്ടുണ്ട് അല്ലേ. സോ നമ്മൾ എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ അവിടെ തങ്ങി നിൽക്കും. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ തന്നെ കൂടെ ഒരുമിച്ചാക്കിയിട്ട് നിങ്ങൾ എക്സാമിന് നല്ലൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറ്റട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യാണ്. സോ നിങ്ങൾ ഇനി നെക്സ്റ്റ് വീഡിയോ ഏതാ വേണ്ടെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വേറെ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.